ലോകം കണ്ട ഏറ്റവും വലിയ കപ്പൽ ദുരന്തങ്ങളിലൊന്നാണ് ടൈറ്റാനിക് കപ്പലപകടം. ആ നടുക്കുന്ന ഓർമ്മയ്ക്ക് ഇന്നേക്ക് 113 വർഷമാവുകയാണ്. 1912 ഏപ്രിൽ 14 ന്യൂയോർക്കിലേക്കുള്ള യാത്രാമധ്യേ ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലയിൽ ഇടിച്ച് കടലിലേക്ക് ആണ്ടുപോയത്. റിപ്പോർട്ട് കാണാം. ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന അവകാശവാദത്തോടെയാണ് ടൈറ്റാനിക് അതിന്റെ കന്നിയാത്ര ആരംഭിച്ചത്. ആദ്യ യാത്രയിൽ ടിക്കറ്റ് എടുത്തത് 1324 പേർ. മില്യനേഴ്സ് ക്യാപ്റ്റൻ എന്ന ഖ്യാതിയുള്ള എഡ്വേർഡ് സ്മിത്താണ് ക്യാപ്റ്റൻ. ജീവനക്കാരെ അടക്കം 2223 മനുഷ്യരെയും വഹിച്ച 1912 ഏപ്രിൽ 10 ബ്രിട്ടനിലെ സതാംപ്ടൺ തുറമുഖത്തു നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് അന്നുവരെ ലോകം കണ്ട ഏറ്റവും മികച്ച സൗകര്യങ്ങളും ആഡംബരങ്ങളും നിറഞ്ഞ ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടു. യാത്രയുടെ 4ാം നാൾ ഏപ്രിൽ 14 രാത്രി 11:40 ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലയിൽ ഇടിച്ചു. 2 മണിക്കൂർ 40 മിനിറ്റ് സമയം കൊണ്ട് കപ്പൽ പൂർണ്ണമായും കടലാഴത്തിലേക്ക് മുങ്ങി. കപ്പലിൽ വേണ്ടത്ര ലൈഫ് ബോട്ടുകളില്ലാത്തത് അപകടത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. കപ്പലിലുണ്ടായിരുന്ന 2223 പേരിൽ 1517 മനുഷ്യരും ആ രാത്രി മരണത്തിലേക്ക് ആണ്ടുപോയി. ശരീരത്തിന്റെ താപനില അപകടകരമാം വിധം താഴ്ന്നു പോകുന്ന ഹൈപ്പോതെർമിയ അവസ്ഥയാണ് ഭൂരിപക്ഷം ആളുകളുടെയും ജീവനെടുത്തത്. ആകെയുണ്ടായിരുന്ന 20 ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെടാനായത് 706 പേർക്ക് മാത്രം. അപകടത്തിന്റെ റേഡിയോ സന്ദേശം ലഭിച്ച ടൈറ്റാനിക്കിനെ തേടിയെത്തിയ RMS കാർപ്പാത്തിയ എന്ന കപ്പലിലാണ് ദുരന്തത്തെ അതിജീവിച്ച ആ 706 പേരെയും ന്യൂയോർക്കിലേക്ക് എത്തിച്ചത്. കടലാഴത്തിലേക്ക് പതിച്ച ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ 73 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഓഷ്യാനോഗ്രാഫറായ ഡോക്ടർ റോബർട്ട് ബെല്ലാർഡ് കണ്ടെത്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ 12500 അടി താഴ്ചയിൽ. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.